കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണോ ഈ അമൃതം പൊടി? സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ഭക്ഷ്യവസ്തുവെന്ന നിലയിൽ അതീവ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയുമായിരിക്കണം അമൃതം പൊടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. എന്നാൽ പല നിർമ്മാണ കേന്ദ്രങ്ങളിലും തികഞ്ഞ അശ്രദ്ധയോടെയും നിരുത്തരവാദപരമായുമാണ് ഇവ തയ്യാറാക്കുന്നത്. അംഗൻവാടികൾ മുഖേന കുഞ്ഞുങ്ങൾക്ക് വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പല്ലി ഉൾപ്പെടെയുള്ള ചത്ത ജീവികളും മാലിന്യങ്ങളും കാണപ്പെടുന്നുവെന്ന പരാതികൾ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. 3 ദിവസം മുമ്പാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാലില് അമൃതം പൊടിയിൽ നിന്ന് ചത്ത പല്ലിയെ കിട്ടിയത്. പാലിയോട് നിവാസികളായ ദമ്പതികൾ നവംബർ അവസാനത്തിൽ അംഗൻവാടിയിൽ നിന്ന് വാങ്ങിയ പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ അതിയായ ദുർഗന്ധം അനുഭവപ്പെടുകയും തുടർന്ന് പൊടി പരിശോധിച്ചപ്പോൾ പല്ലിയെ കണ്ടെത്തുകയുമായിരുന്നു. ഈ വർഷം ജൂണില് കോഴിക്കോട് കക്കോടി പഞ്ചായത്തിലെ കാളത്തൂര് അംഗൻവാടിയിൽ നിന്നും ഫെബ്രുവരിയിൽ എറണാകുളം ചെങ്ങമനാട് പഞ്ചായത്തിലെ 75-ാം നമ്പർ അംഗൻവാടിയിൽ നിന്നും കൊല്ലം കൊട്ടാരക്കര മൂഴിക്കോട് സ്വദേശിയുടെ വീട്ടില് ലഭിച്ച പൊടിയിൽ നിന്നും മാലിന്യങ്ങളും ചത്ത പല്ലിയും ലഭിച്ചതായി പരാതി ഉയർന്നിരുന്നു. കക്കോടിയിൽ വിതരണം ചെയ്ത പൊടിയിൽ നിന്ന് കോഴിക്കോട് കണ്ണാടിക്കലിലെ ഒരു വീട്ടമ്മയാണ് ആദ്യം ചത്ത പ്രാണികളെയും പുഴുക്കളെയും കണ്ടെത്തിയത്. തുടർന്ന് പ്രസ്തുത അംഗൻവാടിയിൽ നിന്ന് ലഭിച്ച മറ്റു പാക്കറ്റുകൾ പരിശോധിച്ചപ്പോൾ അവയിലും കണ്ടെത്തി മാലിന്യങ്ങൾ. എറണാകുളത്ത് പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്തിലെ 167 അംഗൻവാടികൾക്കായി നെടുമ്പാശ്ശേരി പഞ്ചായത്ത് ഓഫീസിനു സമീപമുള്ള കരിയാട്ടിലെ കുടുംബശ്രീ പ്രവർത്തകർ നിർമ്മിച്ച അമൃതം പൊടിയിൽ നിന്നാണ് ചത്ത പല്ലിയെ കിട്ടിയത്. കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് ലഭിച്ചതും ചത്ത പല്ലിയാണ്. ഇതിനു പുറമെ അമൃതം പൊടിയിൽ മാരകമായ വിഷപദാർത്ഥങ്ങൾ അടങ്ങിയതായും വിദഗ്ധ പരിശോധനയിൽ കണ്ടെത്തി. എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്ത അമൃതം പൊടിയിലെ ലിവർ ക്യാൻസർ ഉൾപ്പെടെ ഗുരുതര രോഗങ്ങൾക്ക് കാരണമാകുന്ന അഫ്ലോഡോസഗിന് B1 എന്ന രാസവസ്തു കണ്ടെത്തുകയും വിതരണം നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. എറണാകുളം എടക്കാട്ടുവയല് കുടുംബശ്രീ യൂണിറ്റില് നിർമ്മിച്ച ഉത്പന്നത്തിലാണ് 2022 കാക്കനാട്ടെ റീജിയണൽ അനലിറ്റിക്കൽ ലാബില് നടത്തിയ പരിശോധനയിൽ മാരക രാസവസ്തു കണ്ടെത്തിയത്. പ്രസ്തുത ബാച്ചില് വിതരണം ചെയ്ത അമൃതം പൊടി പാക്കറ്റുകളെല്ലാം തിരിച്ചെടുക്കുകയായിരുന്നു അധികൃതര്. അംഗൻവാടികളിൽ സുരക്ഷിതമല്ലാത്ത അമൃതം പൊടി വിതരണം ചെയ്യുന്നതായി 2022 നിയമസഭയിൽ വെച്ച കംപ്ട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. 2020 സെപ്റ്റംബറിൽ തിരുവനന്തപുരം, വട്ടിയൂരുകാവ്, ആറ്റിങ്ങല്, കഴക്കൂട്ടം, വൈക്കം, കൊടുവള്ളി, കാസർകോട് മേഖലകളിൽ വിതരണം ചെയ്ത 3556 കിലോ അമൃതം പൊടിയുടെ സാമ്പിളുകൾ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോഴാണ് അവ സുരക്ഷിതമല്ലെന്ന് കണ്ടെത്തിയത്. പ്രസ്തുത കാലയളവില് അംഗൻവാടികളിൽ വിതരണം ചെയ്ത ബംഗാള് പയറും നിലവാരമില്ലാത്തതാണെന്ന് CAG റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സുരക്ഷിതമല്ലെന്ന് അറിഞ്ഞാല് വിതരണം ചെയ്ത പാക്കറ്റുകൾ പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിലും വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. സുരക്ഷിതത്വത്തെക്കുറിച്ച് സംശയം ഉയർന്നാല് പരിശോധന നടത്തേണ്ട സംസ്ഥാനത്തെ ലാബുകളും സജ്ജമല്ലെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ പരിശോധനയിൽ നിലവാരമില്ലാത്തതെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് 2022 മെയിൽ എറണാകുളം മറ്റക്കുഴിയിൽ നിർമ്മിച്ച 2195 കിലോഗ്രാം അമൃതം പൊടി ആരോഗ്യവകുപ്പ് അധികൃതർ കുഴിച്ചുമൂടുകയുണ്ടായി. ശൈശവ ദശയിലുള്ള കുഞ്ഞുങ്ങളുടെ പ്രോട്ടീൻ കുറവ് പരിഹരിക്കാനും ശാരീരിക വളർച്ച ത്വരിതപ്പെടുത്താനുമായി വികസിപ്പിച്ചെടുത്ത ഉത്പന്നമാണ് അമൃതം പൊടി, അമൃതം ന്യൂട്രിമിക്സ്. കാസർകോട് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലെ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഡോക്ടർ നീലോഫർ ആണ് ഗോതമ്പ്, നിലക്കടല, സോയാബീന്, കടലപ്പരിപ്പ്, പഞ്ചസാര എന്നിവ ചേർത്ത് നിർമ്മിക്കുന്ന ഈ ഉത്പന്നത്തിന്റെ ഉപജ്ഞാതാവ്. സാധാരണ പഞ്ചസാര അത്ര ഗുണകരമല്ലാത്തതിനാല് പകരം തേങ്ങയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന പഞ്ചസാരയാണ് മധുരത്തിനായി ഇതിൽ ചേർക്കുന്നത്. സംയോജിത ശിശുവികസന പദ്ധതി ICDS-യുടെ ഭാഗമായി സാമൂഹിക ക്ഷേമ വകുപ്പിനു കീഴിൽ കുടുംബശ്രീ മിഷനാണ് അമൃതം പൊടിയുടെ നിർമ്മാണ ചുമതല. 6 മാസം മുതൽ 3 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങൾക്കായി ICDS അംഗൻവാടികൾ മുഖേനയാണ് ഇതിന്റെ വിതരണം. ഒരു ശിശുവിന് 3.5 കിലോഗ്രാം വീതം സംസ്ഥാനത്തെ 6 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇത് നൽകി വരുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ഭക്ഷ്യവസ്തുവെന്ന നിലയിൽ അതീവ ശ്രദ്ധയോടെയും ഉത്തരവാദിത്വ ബോധത്തോടെയുമായിരിക്കണം അമൃതം പൊടിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ. എന്നാൽ പല നിർമ്മാണ കേന്ദ്രങ്ങളിലും തികഞ്ഞ അശ്രദ്ധയോടെയും നിരുത്തരവാദപരമായുമാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് പല സംഭവങ്ങളും ബോധ്യപ്പെടുത്തുന്നു. കടല, ഗോതമ്പ് തുടങ്ങി പൊടിയിൽ ചേർക്കേണ്ട വസ്തുക്കള് പൊടിമില്ലിലേക്ക് കൈമാറുന്നതിനു മുമ്പ് ക്ലീനിംഗ് മെഷീന് മുഖേനയോ കുടുംബശ്രീ പ്രവർത്തകർ പരിശോധിച്ചോ മാലിന്യമുക്തമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പൊടിച്ച ശേഷം പേക്ക് ചെയ്യുന്നതുവരെയുള്ള പ്രവൃത്തികളും മാലിന്യമുക്തമായ അന്തരീക്ഷത്തിൽ ശ്രദ്ധയോടെ നിർവഹിക്കണം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നവരെ കർശനമായ ശിക്ഷാ നടപടികൾക്ക് വിധേയമാക്കേണ്ടതാണ്. വിതരണം ചെയ്ത പൊടി സുരക്ഷിതമല്ലെന്നു കണ്ടാൽ തിരിച്ചെടുക്കുന്നതിലപ്പുറമുള്ള നിയമ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല നിലവില്.